തിരികെ പ്രാദേശിക വാർത്തകളിലേക്ക്. മൂന്നാറിൽ ചൊക്കനാട് എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികളെ ഓടിച്ച് പടയപ്പ. കാട്ടാന ഇപ്പോഴും എസ്റ്റേറ്റിൽ തുടരുന്നു. RRT സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാഹുൽ വിജയനുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഏറെ നാളായി പടയപ്പ മതപ്പാടിലാണ്. ജനവാസ മേഖലയിൽ അടക്കമെത്തുന്നു. കൂട്ടത്തോടൊപ്പമാണ് ആനയുടെ സാന്നിധ്യമുള്ളത്. ആളുകൾക്ക് പണിയെടുക്കാനാവാത്ത അവസ്ഥയായോ? ഗൂഗിൾ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങുക എന്നത് പുതുമയുള്ള കാര്യമല്ല. പക്ഷേ ഇത് മതപ്പാടിലായതുകൊണ്ട് തന്നെ കുറച്ച് അക്രമകാരിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ആശങ്കയുണ്ട് നാട്ടുകാർക്ക് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 11 മണിയോടുകൂടിയാണ് ചൊക്കനാട് എസ്റ്റേറ്റിലെ ഈ പടയപ്പ എത്തിയത്. തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന തൊഴിലാളികൾക്ക് സമീപം എത്തുകയും അവരെ ഓടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുതുമയുള്ളൊരു കാര്യം. പിന്നീട് RRT ആ സ്ഥലത്തേക്ക് എത്തുകയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആന ഇപ്പോഴും ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ തുടരുകയാണ്. ആന ഇപ്പോഴും കാട് കയറാനൊന്നും കൂട്ടാക്കിയിട്ടില്ല. അത് നാട്ടിൽ തന്നെ ഇങ്ങനെ വിലസുന്ന കാട്ടാനയാണ്. മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും മതപ്പാടിലുള്ള കാട്ടാന ആയതുകൊണ്ട് തന്നെ അതിന്റെ ആശങ്ക നാട്ടുകാർക്കുണ്ട്. നിലവിൽ ചൊക്കനാട് എസ്റ്റേറ്റിലാണ് ഈ പടയപ്പ ഉള്ളത്. ശരി, പടയപ്പ അങ്ങനെ ജനവാസ മേഖലയിൽ തുടരുന്നു. പക്ഷേ സാധാരണ നിലയിലല്ല, ഇപ്പോൾ മതപ്പാടിലാണ് ആനയുള്ളത്. അതിൻ്റെ ആശങ്ക അവിടെ ഉള്ളവർക്കുണ്ട്. തോട്ടം മേഖലയിലടക്കം ആളുകൾക്ക് പണിയെടുക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമൊക്കെ ഒരു ഭീഷണിയായി പടയപ്പ അവിടെ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.